നമസ്കാരം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ബാല. കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഒരു കാലത്ത് നിരവധി ആരാധകരുണ്ടായിരുന്ന നടന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇപ്പോഴിതാ നടി മോളി കണ്ണമാലിക്കും മകനുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ബാല. താൻ സഹായിച്ചില്ലെന്ന ആരോപണത്തിനാണ് ബാല മറുപടി നൽകുന്നത്. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ബാലയുടെ പ്രതികരണം. മോളി ചേച്ചിയോട് താൻ ക്ഷമിച്ചെന്നും പക്ഷേ മോളി ചേച്ചിയുടെ മകനോട് ക്ഷമിക്കാൻ സാധിക്കില്ലെന്നുമാണ് ബാല പറയുന്നത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആരെയും കോർണർ ചെയ്യാൻ പറയുന്നതല്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ മുറിയിലേക്ക് മാറ്റിയിരുന്നു. മാസീവ് റിക്കവറി ആയിരുന്നു. ഓരോ ദിവസവും ഞാൻ അത്ഭുതം കണ്ടു. 14-ാം ദിവസം എന്നോട് പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് ആരും ആദ്യം ഫോൺ തന്നിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ കണ്ടു. ആശുപത്രിയിൽ വെച്ചാണ് എന്റെ കണ്ണു നിറഞ്ഞുപോയി. എന്നെപ്പറ്റി കുറ്റം പറയുകയാണ്. മോളി ചേച്ചിയെ ഞാൻ ഒരു പരിപാടിയിൽ വെച്ച് കണ്ടിരുന്നു. എന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. ചേച്ചി സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. സുഖമായിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. ഞാൻ ചത്തുപോകുമെന്ന് കരുതിയോ? ചത്തിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു. മോളി ചേച്ചിയുടെ മോനാണ്, ആശുപത്രിയിലാണ്, ബില്ലടയ്ക്കാൻ കാശില്ലെന്ന് പറഞ്ഞു. നീ എവിടെയാണുള്ളത്? പാലാരിവട്ടത്താണ്. ഇവിടെ തന്നെയാണ് എന്റെ വീട്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അയാൾ നടന്നാണ് വന്നത്. അവന് 10,000 കൊടുത്തിട്ട് പോയി ഫീസ് അടയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു തെറ്റാണോ? ചോദിച്ച് 10 മിനിറ്റിൽ ഞാൻ 10,000 കൊടുത്തു. വീണ്ടും വന്ന് മരുന്നിന് കാശ് ചോദിച്ചു, കൊടുത്തു. വീണ്ടും വന്ന് സ്കാനിങ്ങിന് കാശ് ചോദിച്ചു, ഞാൻ കൊടുത്തു. വീണ്ടും വരുന്നു. ആശുപത്രിയിൽ കൺസെഷൻ വേണം. ഞാൻ ആശുപത്രിയിൽ പറയാമെന്ന് പറഞ്ഞു. ഇതിനെ ഞാൻ തളർന്നു വീണ് ആശുപത്രിയിലായി. തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്. 2 മക്കളാണുള്ളത് അവർക്ക്. 6 ആണുങ്ങളുണ്ട് മൊത്തം അവരുടെ വീട്ടിൽ. അത്രയും ആണുങ്ങൾ വിചാരിച്ചാൽ 5 ലക്ഷം രൂപ അടച്ച് ജപ്തി ഒഴിവാക്കിക്കൂടെ? അവന് എന്തെങ്കിലും അസുഖമുണ്ടോ? കാലിനും കൈക്കും വയ്യേ. മോളി ചേച്ചി ഈ പ്രായത്തിലും കഷ്ടപ്പെടുന്നുണ്ട്. സ്വന്തം മകൻ 4 പേരോട് കാശ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് നല്ല ആരോഗ്യമില്ലേ എന്നും ബാല പറയുന്നു. സ്വന്തം മോൻ പണിയെടുത്ത് അമ്മയെ നോക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നും വന്ന ഞാൻ നിങ്ങൾ ചോദിച്ചതിലും കൂടുതൽ കാശ് തന്നിട്ടുണ്ട്. എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തിയത്? ഞാൻ മരണത്തെ നേരിടുമ്പോഴാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഇതെന്ത് മനസാക്ഷിയാണ്? മോളി ചേച്ചി പിന്നീട് ബാല സഹായിച്ചു എന്ന് പറഞ്ഞു. മോളി ചേച്ചി നന്നായിരിക്കണം. പക്ഷെ അവരുടെ മകന് എന്റെ ഭാഗത്തു നിന്നും മാപ്പില്ല. ബോധമുള്ള ആരും കൊടുക്കില്ല. പോയി പണിയെടുക്കുക എന്നും ബാല പറയുന്നു. അതേസമയം താൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ മകന്റെ കയ്യിൽ ഒരു 12,000 രൂപയും പിന്നെ 5,000 രൂപയും ഒക്കെ കൊടുത്തിരുന്നുവെന്നാണ് മോളി പറഞ്ഞിരുന്നത്. ബാലയുടെ അടുത്ത് ചെന്നപ്പോൾ 10,000 രൂപയുടെ ചെക്ക് തന്നിരുന്നു. ചേച്ചിക്ക് മരുന്ന് മേടിക്കാനും ചെലവിനും മാത്രമാണിതെന്നും പറഞ്ഞു. ചെന്നപ്പോൾ തന്നെ ചേച്ചി 5,000 വേണോ 10,000 വേണമോ എന്നാണ് ചോദിച്ചത്. മകൻ തരുന്നത് എന്താന്ന് വെച്ചാൽ ചേച്ചി സ്വീകരിക്കുമെന്ന് ഞാൻ മറുപടി കൊടുത്തുവെന്നുമാണ് മോളി പറഞ്ഞിരുന്നത്.